ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ ആര്യൻ കതൂരിയ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് മികച്ച രീതിയിൽ ടാസ്കുകളിലൊക്കെ പങ്കെടുത്ത് മികച്ച രീതിയിൽ വരുമെന്നും ഒരു ടോപ്പ് 5 അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എത്തുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് കരുതിയ ഒരു യങ് ആക്ടർ കാറ്റഗറിയിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വന്നൊരു വ്യക്തിയാണ്. എന്നാൽ ആദ്യ 2-3 ആഴ്ചകൾ കുഴപ്പമില്ലായിരുന്നു. 1-2 ആഴ്ചകൾ നല്ല രീതിയിൽ തന്നെ ആള് പോകുന്നുണ്ടായിരുന്നു. ടാസ്കുകളിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മച്യൂരിറ്റിയുടെ കുറവ് മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നപ്പോൾ മൊത്തത്തിൽ കയ്യിന്ന് പോയി. ആ ഒരു ചലഞ്ചിങ് ടാസ്കുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ്. ആള് മൊത്തത്തിൽ ഔട്ടായി പോയി. പ്രേക്ഷകർ എല്ലാം മനസ്സിലാക്കിയതാണോ അതോ മറ്റ് കണ്ടസ്റ്റന്റിന്റെ മുന്നിൽ സ്വന്തം വ്യക്തിത്വം അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ, സ്വന്തം സ്റ്റാൻഡുകൾ, നിലപാടുകൾ എല്ലാം എല്ലാവർക്കും തിരിച്ചറിഞ്ഞു വെറും ഡയലോഗ് മാത്രമേ ഉള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നിലപാട് അഭിപ്രായങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഇല്ല, ഒരു ഉറപ്പില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയതിന്റെ ജാളിതയാണോ അതോ എന്താണ് പ്രശ്നമെന്നറിയത്തില്ല. അതോടൊപ്പം തന്നെ ആ ഒരു വീക്കെൻഡിൽ ലാലേട്ടൻ കൂടി വന്ന് എയറിലേക്ക് പറഞ്ഞയച്ചതോടുകൂടി ചെക്കന്റെ മൊത്തത്തിലുള്ള കിളി പോയിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു 4ാമത്തെ ആഴ്ചയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോലും മൊത്തത്തിൽ ഔട്ടാണ്. ബിഗ് ബോസ് പോലും വിളിച്ച് കൺഫെഷൻ റൂമിൽ വിളിച്ച് ചെറിയ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. എന്താണ് പറ്റിയത്, എന്താണ് ഇങ്ങനെ നടക്കുന്നത്, മുൻപ് വന്ന ഒരു ആര്യനെ അല്ലല്ലോ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പം ചെറിയൊരു ഉപദേശങ്ങളും അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലെ എന്തെങ്കിലും ആണെന്ന് കരുതിക്കോ. ബിഗ് ബോസ് ഒരു ഉപദേശമൊക്കെ കൊടുത്തെങ്കിൽ പോലും ആള് തിരിച്ച് ഗെയിമിലേക്ക് വന്നിട്ടില്ല. മൊത്തത്തിൽ കിളി പോയ ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം മുതൽ തോന്നുന്നതാണ് ആള് മൊത്തത്തിൽ ഔട്ട് ഓഫ് കൺട്രോളിലാണ്, മൈൻഡ് ഔട്ട് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ആള് എന്താണ് ഏതാണെന്ന് അറിയത്തില്ലാത്ത രീതിയിൽ ഒരു എന്താ പറയുന്നത് ഫുള്ള് മൈൻഡ് ഔട്ട് ആയ രീതിയിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7നുള്ളിൽ നിലവിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഗെയിമുകളിൽ എങ്ങനെ ചെയ്യണമെന്നോ അഭിപ്രായങ്ങൾ എങ്ങനെ പറയണമെന്നോ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിൽ മൊത്തം ചളവായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ ആ ഒരു 3ാമത്തെ ആഴ്ചയിലെ ചലഞ്ചിങ് ടാസ്കിൽ ഉണ്ടായ ഹേറ്റ് തന്നെ പ്രേക്ഷകർക്കിടയിലും വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. അത് നിലപാടുകളിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങൾ തന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ ഒരു ഹേറ്റ് ഉണ്ടാകാനുള്ള കാരണം. എന്നാൽ അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നീടുള്ള ടാസ്കുകളിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞും സ്വന്തം സ്വഭാവങ്ങൾ കൊണ്ടും അതൊക്കെ മാറ്റിയെടുക്കാം. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും അത് ഗ്രാഫ് ആര്യന്റെ താഴേക്ക് വരുന്നതല്ലാതെ ഒന്നും മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. മറ്റു കണ്ടസ്റ്റൻസിന്റെ അടുത്തുള്ള ബിഹേവിയർ ആണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളിൽ ഏർപ്പെടുമ്പോൾ കാണിക്കുന്ന സ്വഭാവമാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കുന്ന വാക്കുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വളരെ മച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും എല്ലാം വീണ്ടും ഗ്രാഫ് താഴേക്ക് പോകുന്നു എന്നതല്ലാതെ ഒരു ഉപകാരമുള്ള രീതിയിൽ വരുന്നതായിട്ട് തോന്നിയില്ല. എന്നാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഈ ഒരാഴ്ച എവിക്ഷനിലും ആര്യനുണ്ട്. ഒരു വോട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഏറ്റവും പുറകിലാണ്. പ്രേക്ഷക പിന്തുണയൊക്കെ ഏറ്റവും കുറവുള്ള ഒരു കണ്ടസ്റ്റന്റിൽ ഒരാളാണ്. ഓഡിയൻസ് ട്രെൻഡും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിയുമ്പോൾ മേ ബി പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. രേണു സുധി അതുപോലെ തന്നെ ഒനീൽ സാവു ഇവരൊക്കെ അവിടെ നിൽക്കുമ്പോഴും മറ്റു പല കണ്ടസ്റ്റൻസും ഒന്നും ചെയ്യാതെ ഒരു വാഴകളായിട്ട് അവിടെ നിൽക്കുന്ന മറ്റു പല കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ട്. അപ്പൊ അവരൊക്കെ നിൽക്കുമ്പോൾ ആര്യനൊക്കെ പുറത്തേക്ക് പോകുന്നതും അത്ര നല്ലതല്ല. കാരണം കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ച് ചെറിയ രീതിയിലുള്ള മെന്റൽ പ്രഷറും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ഓരോ സംഭവങ്ങളിൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇതുപോലെ ഡൗൺ ആയി പോകാനുള്ള കാര്യം. അത് ചിലപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്കപ്പായി വന്നോളുമായിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും മികച്ച രീതിയിൽ നിന്നിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള മെച്യൂരിറ്റി കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പൊ മൊത്തത്തിൽ ഔട്ടായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്താണെങ്കിലും മികച്ചൊരു കണ്ടസ്റ്റന്റിനെ മേ ബി ഈ ഒരു സീസണിൽ നഷ്ടമായേക്കാം. എന്ന് വെച്ചാൽ അത്ര മികച്ചതെന്ന് ഞാൻ പറയുന്നില്ല, ആയേക്കാമായിരുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഈ ഒരാഴ്ചയോ അല്ലെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ മേ ബി നഷ്ടമായേക്കാം. ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.